ഗൈസ് വെൽക്കം ബാക്ക് ടു എല്ലാവർക്കും പേരിലേക്ക് സ്വാഗതം. യെസ്, നമ്മൾ അങ്ങനെ ഒരു ടീസർ മിസ് ചെയ്തിട്ടുണ്ട്. ട്രെയിലറാണ്. ഹിറ്റ് 3യുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തെലുങ്ക് മൂവി. ഐ തിങ്ക് വിഷുവിന്റെ അന്നാണ് റിലീസ് ആയിട്ടുണ്ടായത്, ലാസ്റ്റ് മൺഡേ. ബട്ട് നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. 23 മില്യൺ വ്യൂസ് ആയി കഴിഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ ഗ്ലിംസ് വീഡിയോ ടീസർ ആയിരുന്നു. ഗ്ലിംസ് വീഡിയോ വന്നപ്പോൾ ഭയങ്കര ഒരു ഡിഫറെന്റ് സൈഡ് ഓഫ് നാനിന്റെ ആ ഒരു ക്യാരക്ടറിന്റെ ഒരു സംഭവം, ബ്ലഡിലൊക്കെ ഇങ്ങനെ കുളിച്ച് നിൽക്കുന്ന ഒരു സംഭവമൊക്കെയാണ് കണ്ടപ്പോ എനിക്ക്. അത് മാത്രമല്ല, ഹിറ്റ് 3 ഇസ് ലൈക്ക് ഹിറ്റ് 1 ഉണ്ടായിരുന്നു, ഹിറ്റ് 2 ഉണ്ടായിരുന്നു, അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഹിറ്റ് 3 ലൈക്ക് നമ്മള് ഭയങ്കര ഒരു ക്യാപിറ്റേറ്റിംഗ് ഒരു സംഭവമായിട്ടായിരുന്നു എനിക്ക് തോന്നിട്ടുണ്ടായിരുന്നു. കാരണം നാനിയുടെ ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു വേറൊരു ലുക്കിൽ വരുന്നു. So the question here is, do we need to watch hit 1 and hit 2 to follow this hit 3, or this is a completely new thing? എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് ന്യൂ ആയിരിക്കും എന്ന് തോന്നുന്നു. I do think so. അപ്പം ഇതാണ് നമ്മൾ കാണാൻ മാറ്റി വെച്ചിരുന്ന ട്രെയിലർ. അപ്പോൾ നമുക്ക് ട്രെയിലറാണ് പകരം സംസാരിക്കാം. సార్ క్రిమినల్స్ ఉంటే భూమి మీద 10 ఫీట్ సెల్లో ఉండాలి, లేదంటే భూమిలో 6 ఫీట్ హోల్లో ఉండాలి. బిహేవియరల్ కరెక్షన్ అవని ఏ క్రిమినల్ కూడా సొసైటీలో ఫ్రీగా తిరగడానికి వీలు లేదు. అలా ఫీల్ అవ్వడానికి పర్సనల్గా ఎఫెక్ట్ అవ్వాల్సిన అవసరం లేదు. పోలీసు వాడైతే చాలు. పాపకి 9 నెలలు సార్. ఏం చేస్తారు సార్ తీసుకెళ్ళి? హైట్ ఒక 5'9", 5'10" ఉంటారు. అక్కడక్కడ తెల్లగెట్టు చాయ. ఆపదలో ఉన్న వాళ్ళని రక్షించడానికి యోధుడు రంగంలోకి ప్రవేశిస్తాడు. ఒక్క ప్రాణాన్ని కాపాడడానికి ఎన్ని అహోరాత్రములు కష్టపడతాడో ఆయనకి మాత్రమే తెలుస్తుంది. చేస్తే అందరూ ఇలానే పారిపోతారా? నచ్చా పిలవాలా? జనాల మధ్యలో ఉంటే అర్జున్, మృగాల మధ్యలో ఉంటే సర్కార్. మనిషి క్రాస్ చేయలేని ఒక లైన్ ఉంటుంది. Tonight we are going to cross that line. ఇన్ని పరీక్షలకు తట్టుకుని నిగ్గు తేలగలిగినటువంటి శక్తి ఉన్నవాడు తప్ప ధర్మ సంస్థాపన వైపుకి, ధర్మ రక్షణ వైపుకి అడుగు వెయ్యలేదు. పోలీసులు వస్తారు, మీకు మమ్మల్ని చెప్పలేరు. పాప నాకు కావాలి సార్. అమ్మ దగ్గర పెరగలేదు కదా నువ్వు. You can't survive here. Okay. The other side. నా కెరియర్ బిగినింగ్ నుంచి వింటున్నాను ఈ మాట. Oh my god. It's going crazy. The background score. The third case. Nice. ఈ బార్ అర్జున్ సర్కార్. Oh. Man. May 1st ഒരു മൂവി ഉണ്ടല്ലോ, റെട്രോ. ഇപ്പൊ മെയ് 1 കുറെ അടിപൊളി സിനിമാസ് ഉണ്ടല്ലേ. അതായത് ഇതിനകത്ത് എനിക്കൊന്ന് കുറച്ചും കൂടെ കൂടുതൽ റിവീൽ ചെയ്തിട്ടുണ്ട്. ഹീസ് എ പോലീസ് ഓഫീസർ. ഒരു ഗോർ ക്രൈം ത്രില്ലർ പോലെ അല്ലേ, കുറെ കട്ടും അതൊക്കെ സംഭവം. അതെ, ഒരു കുറെ ഡാർക്കർ സൈഡിലാണ് സംഭവം നടക്കുന്നത്. ആൻഡ് ദെൻ അൾട്ടിമേറ്റ്ലി ഹീസ് ഹാവിങ് 2 ഫേസസ്. ഓഫ് കോഴ്സ് പോലീസാണ്. അപ്പം
എന്താ പറയുക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് വേണം. പക്ഷെ ഈ നോസ്കി ആൾക്കാരുടെ ഇടയിൽ അർജുൻ ആൻഡ് ദെൻ മൃഗങ്ങൾക്കിടയിൽ സർക്കാർ എന്നുള്ള രീതിയിൽ ആൻഡ് ദെൻ എനിക്ക് മറ്റേ നാനി ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഉള്ള ആ ഇൻട്രോ ഒക്കെ ഒരാൾ അവതരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻട്രോ ഒക്കെ അടിപൊളിയായിരുന്നു. ആൻഡ് ദെൻ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു 10 ഫീറ്റ് സ്ഥലം വേണം 6 ഫീറ്റ് ഗ്രാം അത് മറ്റേ കമ്പാരിസൺ കൈൻഡ് ഓഫ് നല്ല ആളുകൾക്കിടയിലൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിഫറെന്റ് ഒരു വേർഷൻ പറഞ്ഞിട്ട് ആൾക്കാർ എന്നോട് പറയുന്നുണ്ട് ഞാൻ ഇവിടെ സർവൈവ് ചെയ്യത്തില്ലെന്ന് പണ്ട് മുതലേ പറയുന്നൊരു തുടങ്ങിയപ്പോ മുതൽ കേൾക്കുന്ന ഒരു ഡയലോഗാണ്. പക്ഷെ ഡിഫറെന്റ് ക്യാരക്ടർ അത് പെട്ടെന്ന് അങ്ങോട്ട് ആ ബ്ലഡ് ഷെൽ ഐ മീൻ ലൈക്ക് ആ ബ്ലഡിൽ ഇങ്ങനെ കുതിർത്ത് നിൽക്കുന്ന ഒരു സംഭവം അടിപൊളിയായിരുന്നു. അതെ, നമുക്കറിയാം ഓൾറെഡി നാനി ഈസ് ലൈക്ക് നമ്മുടെ നാച്ചുറൽ സ്റ്റാർ ആണ്. കാരണം ഞാൻ ഇത് വൈ ആം എക്സൈറ്റഡ് ഇസ് ബിക്കോസ് ആ ഒരു ഇപ്പം സരിപ്പോട സാരം ഉണ്ടായിരുന്നു, ദസറ ഉണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെ ഒരു ഹൈനന, അതിൽ നിന്നൊക്കെ ഒരു ഡിഫറെന്റ് ക്യാരക്ടറും കൂടിയാണ്. അപ്പം നമ്മള് നോക്കാം.